റോമാൻ പൗലിനെ ആരാധകർ ചീത്ത വിളിക്കുകയാണ്. ഇത്രയും ഈസി ആയിട്ട് ജയിപ്പിക്കേണ്ട മാച്ചാണ് പവൽ കൊണ്ടുപോയി കളഞ്ഞത്. സെക്കൻഡ് ലാസ്റ്റ് ബോളിൽ ഒരു സിംഗിൾ പോലും പൗലിനെ എടുക്കാൻ സാധിച്ചില്ല. പാറ്റ് കമിൻസ് അതുപോലെയാണ് ബൗൾ ചെയ്തത്. ഒരുപക്ഷെ പൗലിന് പകരം അശ്വിനാണ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സിംഗിൾ ഇട്ടിട്ടെങ്കിലും കളി ജയിപ്പിച്ചേനെ. അത്രയും ചെറിയ സ്കോർ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ഓവർ നീണ്ടപ്പോഴും കളി ജയിക്കുമെന്ന് കരുതി. എന്നാൽ പവൽ കളി വിട്ടുകൊടുത്തു. ഇപ്പോഴത്തെ ഇന്ന് കളി തോറ്റ ശേഷം പവൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പവൽ എന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കൊരുപാട് സങ്കടമുണ്ട്. രാജസ്ഥാൻ ടീമിനെ ജയിപ്പിക്കണമെന്നായിരുന്നു ഞാൻ കരുതിയത്. അതിനുവേണ്ടി അവസാന ബോൾ വരെ ഞാൻ പൊരുതി. പക്ഷേ എനിക്ക് ജയിപ്പിക്കാൻ സാധിച്ചില്ല. ലാസ്റ്റ് ബോളിൽ ഔട്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ ഒരുപാട് ഡബിൾസ് ഓടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും രാജസ്ഥാൻ ടീമിനെ ജയിപ്പിക്കണം, അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. എല്ലാ രാജസ്ഥാൻ ആരാധകരും എന്നോട് ക്ഷമിക്കണം. ഈ മാച്ച് ജയിക്കേണ്ടതായിരുന്നു. എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റാണ്. അടുത്ത മത്സരത്തിൽ തെറ്റുകൾ തിരുത്തി ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പവൽ വ്യക്തമാക്കി. പവലിനെ കൊണ്ട് സാധിക്കാത്ത കാര്യമല്ല. കാരണം ഇതിനേക്കാൾ റിസ്ക്കായ മാച്ചിൽ പവൽ ജയിപ്പിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഇതുപോലത്തെ ഈസിയായ മാച്ച്. പക്ഷേ പവലിന് അടിതെറ്റി. താരമെന്ന് ഡബിൾ ഓടി വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ബോളിൽ ഒരു വലിയ ഷോട്ട് അടിക്കാൻ താരത്തിന് സാധിച്ചില്ല. സിംഗിളെങ്കിലും എടുത്താൽ മതിയായിരുന്നു. രാജസ്ഥാൻ ടീമിനെ ഡ്രോ ആകാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇന്നത്തെ മാച്ച് SRHനുള്ളതായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ രാജസ്ഥാൻ ആരാധകർ ആശ്വസിക്കുന്നത്. ഒരുപാട് ആരാധകർ പൗലിനെ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ പൗലിനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. ഒരുപക്ഷെ അശ്വിനെങ്കിലും അടിക്കാമായിരുന്നു. പക്ഷേ അശ്വിന് സ്ട്രൈക്ക് കിട്ടിയില്ല. പവൽ അടിക്കുമെന്ന് അശ്വിൻ കരുതി. എന്നാൽ പവൽ അവസാന ബോളിൽ ഔട്ടായി. എന്തുകൊണ്ടായിരിക്കുമെന്ന് രാജസ്ഥാൻ ഒരു റൺസിന് കളി തോറ്റത്? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.